നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് ഫുട്ബോൾ സീസണിന്റെ കേർട്ടൺ റൈസറായ FA കമ്മ്യൂണിറ്റി ഷീൽഡ് മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിക്കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ആ ഷീൽഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കിരീടവേട്ട അവർ ആരംഭിച്ചു എന്ന് തന്നെ പറയാം. മത്സരം ഗോൾ രഹിതമായി അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ അവസാന സമയത്ത് ഗർനാച്ചോയുടെ കിടിലൻ ഗോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മുന്നിലെത്തിയതാണ്. പക്ഷേ തൊട്ടു പിന്നാലെ ബെർണാഡോ സിൽവയിലൂടെ സിറ്റി ഒപ്പം പിടിക്കുകയും ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 7-6 സിറ്റി വിജയിച്ച് കയറുകയും ചെയ്തു. മത്സരത്തിൽ ആദ്യ 11-ൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ബോബ്, ഏർലിംഗ് ഹാലൻഡ്, ഡോക്കു എന്നിവരൊക്കെ മുന്നേറ്റങ്ങൾ നയിക്കാൻ ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് ബ്രൂണോ ഫെർണാണ്ടസും ഡിയാലോവും മേസൺ മൗണ്ടും റാഷ്ഫോർഡും ഒക്കെ ചേർന്നുകൊണ്ടാണ് യുണൈറ്റഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 82ാമത്തെ മിനിറ്റിലാണ് അലയാൻഡ്രോ ഗർനാച്ചോ എന്ന അർജന്റീൻ യുവ സൂപ്പർ താരത്തിന്റെ കിടിലൻ ഗോൾ പിറക്കുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ് നൽകിയ പന്ത് അത് വലതു പാർശ്വത്തിലൂടെ അദ്ദേഹം പന്തുമായിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് കടക്കുന്നു. സിറ്റിയുടെ ഡിഫൻഡേഴ്സ് അവിടെ നിൽക്കുമ്പോൾ മനോഹരമായ ഫിനിഷിങ്ങിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചു. യുണൈറ്റഡ് വിജയത്തിലേക്ക് എന്ന് തോന്നിച്ച നിമിഷങ്ങളിൽ ഒന്നിൽ ബോബിന്റെ അസിസ്റ്റിൽ നിന്ന് ബെർണാഡോ സിൽവയുടെ ഗോൾ പിറക്കുന്നു. മത്സരം 1-1 സമനില. പിന്നീട് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീളുന്നു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബെർണാഡോ സിൽവക്ക് പിഴക്കുന്ന കാഴ്ചയാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. എന്നാൽ പിന്നീട് സാൻജോക്ക് ഗോളാക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇരു ടീമുകളും 5 ഷൂട്ടുകൾ എടുത്ത ഘട്ടത്തിൽ മത്സരം സമനിലയായതിനെ തുടർന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഒടുവിൽ ജോണി ഇവാൻസിന്റെ പെനാൽറ്റി അത് വാറിന് മുകളിലൂടെ അടിച്ചു പറത്തി. അക്കാഞ്ചി ആവട്ടെ ഗോൾ അടിച്ചുകൊണ്ട് മത്സരം 7-6 എന്ന രൂപത്തിൽ പെനാൽറ്റിയിൽ സ്വന്തമാക്കി സിറ്റിയെ കിരീടത്തിലേക്ക് കൊണ്ടുപോയി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.